സുഡാനിലെ ദാർഫൂർ മേഖലയിലെ ദർസീൻ ഗ്രാമത്തിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 1000-ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത്. അവശേഷിച്ചത് ഒരേ ഒരാളാണ്. ഓഗസ്റ്റ് 31-നുണ്ടായ ഉരുൾപൊട്ടലിൽ കൊല്ലപ്പെട്ടത് 1000-ലേറെ പേരാണ്. ഒരാഴ്ച നീണ്ട കനത്ത മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഗ്രാമം പൂർണ്ണമായും ഇല്ലാതായതായി സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ് നേതാവ് അബ്ദേൽ വാഹിദ് പറഞ്ഞു. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും രക്ഷ തേടി രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ് ദുരന്തത്തിൽപ്പെട്ടത്. സുഡാൻ സൈന്യവും അർദ്ധ സൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ ഇരുചേരിയിലും ചേരാതെ നിഷ്പക്ഷമായി നിലനിൽക്കുകയാണ് സുഡാൻ ലിബറേഷൻ മൂവ്മെന്റ്. നോർത്ത് ദാർഫൂർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ അൽ ഹാഷിർ നഗരത്തിന്റെ നിയന്ത്രണത്തിലുള്ള പോരാട്ടത്തിലാണ് ഇരു വിഭാഗങ്ങളും. നിലവിൽ RSFന് കീഴിലുള്ള ഇവിടെ കടുത്ത ഭക്ഷ്യക്ഷാമം നിലനിൽക്കുകയാണ്. രക്ഷാപ്രവർത്തനം നടത്താൻ പോലും കഴിയാത്ത വിധം ഒറ്റപ്പെട്ട നിലയിലാണ് ഈ പ്രദേശം. ഒറ്റപ്പെട്ട മലയോര പ്രദേശമാണിത്. അതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് സുഡാൻ ലിബറേഷൻ ആർമി. പട്ടിണി മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ ഇവിടെ മരിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ദുരന്ത മേഖലയിൽ നിന്നും സമഗ്രമായ ഒഴിപ്പിക്കൽ പദ്ധതിയും അടിയന്തര ദുരന്താശ്വാസ ക്യാമ്പുകളും ഈ പ്രദേശങ്ങളിൽ അനിവാര്യമാണെന്ന് സുഡാൻ ലിബറേഷൻ ആർമി നേതാവായ അബ്ദുൽ വാഹിദ് മുഹമ്മദ് നൂർ പറഞ്ഞു. 2 വർഷമായി നിലനിന്ന ആഭ്യന്തര യുദ്ധം സുഡാനിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരെയും കടുത്ത പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടമായി. ഇതിനോടൊപ്പം പ്രകൃതി ദുരന്തം കൂടി സംഭവിച്ചതോടെ ജനങ്ങൾ കൂടുതൽ ദുരന്തത്തിലായിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.